ഹലോ എല്ലാവരും. പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ് കമ്പനിയുടെ സംഗ്രഹ ഡാറ്റയിൽ നിന്നാണ് ഞങ്ങൾ ആരംഭിക്കുന്നത്. താഴെ ഓരോ പാരാമീറ്ററും കൂടുതൽ വിശദമായി നോക്കാം. ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ താൽക്കാലികമായി നിർത്താം. പഠനത്തിന് കീഴിലുള്ള സ്ഥാപനത്തിന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ ശ്രദ്ധയോടെ പഠിക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കമ്പനിയുടെ നിലവിലെ അടിസ്ഥാന സൂചകങ്ങൾ പരിഗണിക്കും. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ്, ടിക്കർ USAS. 2025 ഏപ്രിൽ 1 നിലവിലെ ഡാറ്റ ഉപയോഗിച്ചാണ് ഈ അവലോകനം നടത്തിയത്. വർഗീകരണം വഴി ഗുരു മാർക്കറ്റ്സ് കോർപ്പറേഷൻ അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ് ഉപവിഭാഗത്തിൽ പെടുന്നു. മെറോഡ്രാഗ് 67 ഓർഗനൈസേഷനുകൾ വിശകലനത്തിൽ പങ്കെടുക്കുന്നു. ഇത് വളരെ പ്രതിനിധിയാണ്. ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ പട്ടിക നോക്കാം. പഠിക്കുന്ന കമ്പനിയുടെ മൊത്തത്തിലുള്ള ഫലം ഇപ്രകാരമാണ്: -5.5 10 പോയിന്റ്. ഉപവിഭാഗത്തിന്റെ ശരാശരി ഫലം 2.1 പോയിന്റ്. നിങ്ങൾ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം ഓഹരി വിപണിയിൽ US സ്റ്റോക്ക് മാർക്കറ്റിന്റെ ശരാശരി ഫലം 1.9 പോയിന്റാണ്. കമ്പനിയുടെ -5.5 പോയിന്റിനെതിരെ അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ്. ഒരു കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ് ഉപവിഭാഗം ഓഹരികളും. കഴിഞ്ഞ 12 മാസത്തെ സ്റ്റോക്ക് നമുക്ക് കാണാൻ കഴിയും. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ 155.2% ചലനാത്മക കാണിച്ചു. 55.7% ഉപവിഭാഗത്തിലെ വില മാറ്റത്തിന് എതിരാണ്. ഇത് വ്യക്തമായി ഒന്നും സൂചിപ്പിക്കുന്നില്ല, എന്നാൽ ഈ വസ്തുത നാം മനസ്സിൽ സൂക്ഷിക്കണം. കോർപ്പറേഷന്റെ വിപണി മൂലധനം അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ് മൂല്യം $0.32 ബില്യൺ. ഉപവിഭാഗത്തിന്റെ മൂലധനം $365 ബില്യൺ ആണ്. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ് 0.087% വിഹിതം വഹിക്കുന്നു. ഇത് ഉപവിഭാഗത്തിലെ വളരെ ചെറിയ കമ്പനികളിൽ ഒന്നാണ്. കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് മൂലധനം $0.03 ബില്യൺ ആണ്. ഉപവിഭാഗത്തിന്റെ മൂലധനം $158 ബില്യൺ ആണ്. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ 0.021% ഓഹരിയാണ്. വിപണിയുടെയും പുസ്തക മൂല്യത്തിന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഇനിപ്പറയുന്നവ കാണാം. അധിനിവേശ വിഹിതം അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ വിപണി മൂല്യം വിലയിരുത്തുമ്പോൾ ഒരു ഉപവിഭാഗത്തിൽ 0.087%. ബാലൻസ് ഷീറ്റ് മൂലധനം 0.021%. ഇത് വിപണി മൂല്യത്തിന്റെ വിഹിതത്തേക്കാൾ 76% കുറവാണ്. ഓർഗനൈസേഷന്റെ മാർക്കറ്റ് ഷെയറിന്റെ വിലയിരുത്തലും ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷനും മോശം, -1 പോയിന്റ്. വിശകലനം ചെയ്ത സ്ഥാപനത്തിന്റെ സാമ്പത്തിക ബാധ്യതകൾ $0.1 ബില്യൺ ആണ്. കമ്പനിയുടെ മൂലധനത്തിന്റെ 46.7%വും ബുക്ക് ക്യാപിറ്റലൈസേഷന്റെ കടമാണ്. കമ്പനിയുടെ കടങ്ങളുടെ ഫലം നല്ലത് 1 പോയിന്റ്. കമ്പനിയുടെ ഓഹരി വിലയുടെ ലാഭം 0 ആണ്. 30.1 എന്ന ഉപവിഭാഗത്തിലെ ശരാശരിയോടൊപ്പം ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ വളരെ മോശമാണ്. ഉപവിഭാഗത്തിലെ ഓർഗനൈസേഷനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ മാർക്കറ്റ് വില മുതൽ ലാഭസൂചകം വരെയുള്ള വിലയിരുത്തൽ വളരെ മോശം, -2 പോയിന്റ്. കഴിഞ്ഞ 12 മാസത്തെ ലാഭം -$46 മില്യൺ ആയിരുന്നു. വരാനിരിക്കുന്ന 12 മാസത്തെ പ്രവചന വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ വിലയ്ക്ക് മോശമാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭസൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം, -1 പോയിന്റ്. കമ്പനിയുടെ മൂല്യവും വരുമാന അനുപാതവും 3.2 ആണ്. 3.7 എന്ന ഉപവിഭാഗം ശരാശരി ഉപവിഭാഗ ശരാശരിയേക്കാൾ 14% കുറവാണ്. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൂല്യം അതിന്റെ വരുമാനത്തിലേക്കുള്ള വിലയിരുത്തൽ നല്ലത് 0.5 പോയിന്റ്.
കഴിഞ്ഞ 12 മാസത്തെ വരുമാനം $100 മില്യൺ. വരാനിരിക്കുന്ന 12 മാസത്തെ പ്രവചന വരുമാനം അജ്ഞാതമാണ്. ഇത് കമ്പനിയുടെ വിലയ്ക്ക് മോശമാണ്. ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി വിൽപ്പന സൂചകങ്ങളുടെ വിലയിരുത്തൽ മോശം -1 വിൽപ്പന മാർജിൻ -45.4%. ഉപവിഭാഗത്തിൽ ശരാശരി 12.4%. ഉപവിഭാഗം ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 57.8%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ലാഭക്ഷമത വിലയിരുത്തൽ സഹിക്കാവുന്ന -0.5 ഉപവിഭാഗത്തിലെ ജീവനക്കാരുടെ എണ്ണം അനുസരിച്ച് കമ്പനിയുടെ വിഹിതം 0%. ഇത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷന്റെ ഒരു വിഹിതത്തെക്കാൾ കുറവാണ്. ഇത് കമ്പനിയുടെ നിലവിലെ വിപണി വില കാണിക്കുന്നു. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ്. ഒരു കമ്പനി ജീവനക്കാരന്റെ മൂലധനം $0,000. ഉപവിഭാഗത്തിന് $3,529,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് -0.5 കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും ലാഭം $0,000 ആണ്. ഉപവിഭാഗത്തിന് ശരാശരി $117.2 ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം കണക്കാക്കൽ സഹിക്കാവുന്നത് -0.5 ഓർഗനൈസേഷന്റെ വ്യക്തിഗത ജീവനക്കാരന്റെ വിൽപ്പന അളവ് $0,000 ആണ്. ഉപവിഭാഗം പ്രകാരം $943,000. ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം 100%. ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയിലെ ഓരോ ജീവനക്കാരന്റെയും വിൽപ്പന അളവ് കണക്കാക്കൽ സഹിക്കാവുന്നത് -0.5 ഓഹരികൾ 1.4% കുറവാണ്. ഉപവിഭാഗ ശരാശരി 1.8%. ഇത് ഒരു ചെറിയ ഞെരുക്കത്തിന്റെ അപകടസാധ്യതയെക്കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ്. സൂചകം RSI 14 കമ്പനിക്ക് 49% ലെവൽ കാണിക്കുന്നു. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ്. ഉപവിഭാഗത്തിൽ RSI ലെവൽ 14 ഏകദേശം 66%. സാങ്കേതികമായി ഉപവിഭാഗത്തിന്റെ ഓഹരികൾ കമ്പനിയുടേതിനേക്കാൾ ഉയർന്നതാണ്. അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ കോർപ്പ്. കമ്പനിയുടെ നിലവിലെ ഓഹരി വില ഏകദേശം $0.52 ആണ്. കമ്പനിയുടെ ഓഹരികൾക്കായുള്ള സമയ വില പ്രവചനം അജ്ഞാതമാണ്. നിലവിലെ എസ്റ്റിമേറ്റിന്റെയും സമയ പ്രവചനത്തിന്റെയും ചലനാത്മകത അജ്ഞാതമാണ്. നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം. അത് നിങ്ങൾക്ക് ലഭ്യമാണ്. ലിങ്ക് പിൻ ചെയ്ത അഭിപ്രായത്തിലാണ്. വിവര സംവിധാനം ഒരു നിശ്ചിത സീസണിൽ പൊതുവായി എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു. ഗുരു മാർക്കറ്റ്സ്. ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ്. പിൻ ചെയ്ത കമന്റിലെ ലിങ്ക്. സ്റ്റോക്ക് വിശകലനത്തെ അടിസ്ഥാനമാക്കി അമേരിക്കസ് ഗോൾഡ് ആൻഡ് സിൽവർ വിവര സംവിധാനം ഗുരു മാർക്കറ്റ്സ് ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. $0.53 എന്ന വിലയിൽ ഒരു വിൽപ്പന വ്യാപാരം തുറക്കുക. കമ്പനിക്ക് താരതമ്യേന കുറഞ്ഞ റേറ്റിംഗ് ഉള്ളതിനാൽ ഓർഡർ തുറന്നിരിക്കുന്നു. കമ്പനിയുടെ വിലയിരുത്തൽ മൂല്യനിർണ്ണയ മാനദണ്ഡങ്ങൾ ഉപയോഗിച്ചാണ് നടത്തിയത്. അക്കിമിന്റെ സൂചിക എടുക്കുക ലാഭം 0.39 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. സ്റ്റോപ്പ് ലോസ് 0.67 ആയി സജ്ജീകരിച്ചിരിക്കുന്നു. ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ. ഈ സാഹചര്യത്തിൽ മെയ് 01, 2025 ട്രേഡിംഗ് ഫലങ്ങളെ അടിസ്ഥാനമാക്കി ഓർഡർ സ്വതന്ത്രമായി നിശ്ചയിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന പ്രവൃത്തി ദിവസം. ടിക്കർ EQX പ്രധാന വാങ്ങൽ ഓർഡർ ആയി മാറും. പ്രധാന ഓർഡറിലെ വീഡിയോ ഇതിനകം ചാനൽ പ്രസിദ്ധീകരിച്ചു. ഓർഡറുകളിലൊന്ന് അടയ്ക്കുമ്പോൾ പ്രധാന അല്ലെങ്കിൽ ബാലൻസിംഗ്
മറ്റൊരു ഓർഡർ സ്വയമേവ അടച്ചു. ഈ വീഡിയോ കാണുന്നതിനും വിവര സംവിധാനം ഉപയോഗിച്ചതിനും പൊതുജനങ്ങൾക്ക് വളരെ നന്ദി. ഗുരു മാർക്കറ്റ്സ്.